വർത്തമാനത്തിലേക്ക് വിശദമായി. വർക്കലയിൽ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കുടുംബത്തിലെ 5 പേരുടെയും സംസ്കാരം അല്പസമയത്തിനകം നടക്കും. ഇപ്പോൾ പൊതുദർശനം തുടരുകയാണ്. വിവരങ്ങൾ വർക്കലയിൽ നിന്ന് വി വിനോദ് നൽകും. വിനോദ്, സംസ്കാരത്തിനായുള്ള ചടങ്ങുകൾ തുടങ്ങിയോ? അവിടെ നിന്നുള്ള വിവരങ്ങൾ. വർക്കലയിൽ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കുടുംബത്തിലെ 5 പേരുടെയും സംസ്കാരം അല്പസമയത്തിനകം നടക്കും. 2 മണിയോടുകൂടി സംസ്കാരം നടക്കും. ഇപ്പോൾ പൊതുദർശനം തുടരുകയാണ്. വിവരങ്ങൾ വർക്കലയിൽ നിന്നും വി വിനോദ് നൽകും. വിനോദ്, സംസ്കാരത്തിനായുള്ള ചടങ്ങുകൾ തുടങ്ങിയോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പാർവതി, പൊതുദർശനത്തിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുകയാണ്. ബന്ധുക്കളടക്കമുള്ളവർ ഏറ്റവും ഒടുവിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 12 മണി കഴിഞ്ഞതോടുകൂടിയാണ് പ്രതാപൻ്റെ മൂത്ത മകൻ രാഹുലിൻ്റെ വീട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചത്. വലിയ ജനാവലിയായിരുന്നു. വിലാപയാത്രയാണ് മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പോഴും വലിയ ജനക്കൂട്ടം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ വാർത്തകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനകീയനായിരുന്നു പ്രതാപൻ. ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് അദ്ദേഹം ഒരു വ്യാപാരിയായി പ്രവർത്തിച്ച് സമൂഹത്തിൻ്റെ ഒരു പ്രീതി പിടിച്ചുപറ്റിയ ഒരാളാണ്. ഈ 5 പേരുടെയും മരണം ഈ നാടിനെ സംബന്ധിച്ച് വലിയ വേദനയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം MLA ബി ജോയ് ചേരുന്നുണ്ട്. ഈ മരണങ്ങൾ സംഭവിച്ച സമയം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. വലിയ വേദന ഉണ്ടാക്കുന്ന മരണങ്ങളാണ്. ഇപ്പോൾ ഈ സംസ്കാരത്തിനുള്ള ചടങ്ങുകൾ ആയിട്ടുണ്ടോ? അതിനുള്ള ഏർപ്പാടുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു നാട് മുഴുവൻ വേദനിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഇന്നാണ് ഇപ്പോൾ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അവരുടെ ബന്ധുക്കൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരാനുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം വന്ന് 12 മണിയോടുകൂടി വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾ നടക്കുകയാണ്. അത് കഴിഞ്ഞ് അവരുടെ കുടുംബ വീട്ടിൽ, ഈ സംഭവം നടന്ന വീട്ടിൽ തന്നെയാണ് ശവസംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും അഭിരാമിയുടെ ഒരുമിച്ചും ബാക്കിയെല്ലാം പ്രത്യേകമായിട്ടാണ് ചെയ്യുന്നത്. ഈ തീപിടുത്തം സംബന്ധിച്ചുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല. ശാസ്ത്രീയ പരിശോധനകൾ ഇനിയും വരേണ്ടതുണ്ടെന്ന് ഉണ്ട്. അതിൻ്റെ കുറച്ചുകൂടി പരിശോധനകൾ വേണം. പ്രാഥമികമായിട്ടുള്ള അന്വേഷണമേ നടന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും MLA ആദ്യം മുതൽ തന്നെ ഈ സംഭവം നടന്നത് മുതൽ വളരെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഈ കേസിൻ്റെ ആദ്യം മുതൽ അന്വേഷണം ഉൾപ്പെടെ ശാസ്ത്രീയമായ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്ന ഇടത്തേക്ക് വരികയാണ്. അല്പസമയത്തിനുള്ളിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടത്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. MLAയും അദ്ദേഹത്തോടൊപ്പമുണ്ട്. അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. 5 മൃതദേഹങ്ങളും ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് പ്രതാപൻ്റെ മൂത്ത മകൻ രാഹുലിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആ സമയം മുതൽ തന്നെ വലിയ തോതിലുള്ള ജനങ്ങളുടെ ഒരു ഒഴുക്കായിരുന്നു ഇവിടേക്ക്. ഏവർക്കും പ്രിയപ്പെട്ട ഒരു കുടുംബം. പ്രതാപൻ്റെ ഇടപെടലുകൾ ആ തരത്തിലുമായിരുന്നു. ഏവരും അദ്ദേഹത്തെ ഓർക്കുന്നതും അങ്ങനെ തന്നെയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ കഠിനാധ്വാനം കൊണ്ട് ഒരു വ്യാപാരിയായി ഈ മേഖലയിൽ ഉയർന്നു വന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഈ നാട്ടുകാരോടും സമീപവാസികളോടുമൊക്കെ തന്നെ ഏറെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഇടപെടുന്ന ഒരു സമീപനമായിരുന്നു അവർക്കെല്ലാം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നതും. ഈ പൊതുദർശനം തുടങ്ങിയത് മുതൽ വിലാപയാത്രയിൽ ഉണ്ടായിരുന്ന ഒരു ജനസാന്നിധ്യവും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയ ആളുകളുടെ ഒരു ബാഹുല്യവും ഒക്കെ തന്നെയും അതുതന്നെയാണ് തെളിയിക്കുന്നത്. മാത്രവുമല്ല, ഏറ്റവും വേദന നിറഞ്ഞ ഒരു അനുഭവമാണ് ഈ നാടിനെ സംബന്ധിച്ച്. അവർക്ക് 5 പേരെ ഒരുമിച്ച് ഒരു വീട്ടിലെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെടുന്ന ഒരു അനുഭവം ഏറ്റവും ദുരന്തപൂർണമായ ഒരു വേദന ഉണ്ടാക്കുന്ന അനുഭവമായി അത് ഈ നാട്ടിൽ തങ്ങി നിൽക്കുന്നുണ്ട്. 8 മാസം പ്രായമുള്ള റയാൻ്റെ ഓർമ്മകൾ പോലും അവർ ഏറെ നൊമ്പരത്തോടെ ഓർത്തെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പോലീസിൻ്റെ വലിയൊരു സാന്നിധ്യം തന്നെ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന ആളുകളെ
നിയന്ത്രിക്കുന്നതിനും മറ്റുമായി പോലീസ് സേനയുടെ വലിയ സാന്നിധ്യവും രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ തന്നെയും വളരെ സമാധാനത്തോടുകൂടി അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങാൻ ഓരോ വ്യക്തിയും പ്രത്യേകം ശ്രദ്ധിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും സമാധാനത്തോടെ. പക്ഷേ അവർ ഏറ്റവും നൊമ്പരത്തോടു കൂടിയായിരുന്നു ഈ വിട ചൊല്ലൽ എന്നത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി 4 ദിവസം കഴിഞ്ഞെങ്കിലും അടുത്ത ബന്ധുക്കൾ നാട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ വൈകിയത്. അത് കാരണമാണ് വൈകിയത്. തീപിടുത്തമുണ്ടായ വീട്ടുവളപ്പിൽ ആ പറമ്പിലാണ് ഇന്നിപ്പോൾ 5 പേരുടെയും സംസ്കാര ചടങ്ങുകൾ. അഭിരാമിയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹങ്ങൾ അടക്കം ചെയ്യും. മറ്റ് 3 പേരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാനുമാണ് ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. മന്ത്രി വി ശിവൻകുട്ടി, MLA വി ജോയ് ഉൾപ്പെടെയുള്ളവർ മൃതദേഹങ്ങളിൽ അന്ത്യോപചാരം അർപ്പിച്ചിട്ടുണ്ട്. മറ്റ് പ്രാദേശിക ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടെ രാവിലെ മുതൽ എത്തിയിട്ടുണ്ട്. വലിയ വിലാപമായിരുന്നു. സ്ത്രീകളടക്കമുള്ളവർ അവർക്ക് അവരുടെ വേദന നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയും ഇവിടെ ഈർന്നണിഞ്ഞ് അവർ കണ്ണീരോടെ നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. പലർക്കും അവരുടെ വികാരം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പൊട്ടിക്കരയുന്ന നിലയിലേക്ക്, നിലവിളിക്കുന്ന നിലയിലേക്ക് തന്നെ ഒരു ഘട്ടത്തിൽ പ്രിയപ്പെട്ടവരുടെ വേർപാട് പലർക്കും വേദനയായപ്പോൾ അവരുടെ കണ്ണുകൾ ഈർന്നണിഞ്ഞതാണ്. ഇപ്പോൾ മന്ത്രി GR അനിൽ കൂടി, ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി GR അനിൽ, MLA വി ജോയ് തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ, ജനപ്രതിനിധികൾ തന്നെ ഇവിടേക്ക് എത്തി അന്ത്യോപചാരം അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. 2 മന്ത്രിമാർ ഇവിടേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി GR അനിലുമാണ് ഇവിടേക്ക് എത്തിയത്. മറ്റ് ജനപ്രതിനിധികളടക്കമുള്ളവരും രാവിലെ മുതൽ തന്നെ ഈ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതുവരെയും തീപിടുത്തത്തിൻ്റെ കാരണം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ശാസ്ത്രീയ പരിശോധനകൾ നടക്കുന്നേ ഉള്ളൂ. KSEBയുടേതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനയായുള്ളത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധനയാണ്. തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചാണ് ഏറെക്കുറെ ഇതുവരെയുള്ള അനുമാനവും അനൗദ്യോഗികമായെങ്കിലും ഉദ്യോഗസ്ഥർ പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ്. പക്ഷേ അത് എവിടെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചാണ് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. ബൈക്കുകൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്താണോ, ഹാളിനുള്ളിലാണോ, എവിടെയാണ് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് പ്രധാനമായും നടക്കുന്നത്. അട്ടിമറി സാധ്യത ഇല്ല എന്ന ഒരു വിശദീകരണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ വന്നതും. ആ ഒരു നിലയ്ക്ക് തന്നെയാണ് ഉദ്യോഗസ്ഥർ, KSEBയുടെ ഉദ്യോഗസ്ഥരും ആ നിലയ്ക്കുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത്. അപ്പോൾ ഇതിൽ തന്നെയും ശാസ്ത്രീയമായ പരിശോധനകൾ വരേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. അതിൻ്റെ ഒരു പുനരാവിഷ്കരണം, അതായത് CCTVയിൽ കണ്ട മാതിരിയുള്ള തരത്തിൽ തീപിടുത്തം എങ്ങനെ ഉണ്ടാകും എന്നത് സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു പുനരാവിഷ്കരണം ഇന്നലെ നടന്നിരുന്നു. അത്തരത്തിൽ വളരെ ശാസ്ത്രീയമായി തന്നെയാണ് ഈ കേസിൽ അന്വേഷണവുമായി പോലീസും മറ്റ് വകുപ്പുകളും മുന്നോട്ട് പോകുന്നത്. ഫോറൻസിക്കിൻ്റെ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. വീട്ടിൽ സ്ഥാപിച്ചിരുന്ന CCTVയും അതിൻ്റെ ഹാർഡ് ഡിസ്കും കത്തിപ്പോയിരുന്നു. അതിലെ വിഷ്വലുകൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി, ദൃശ്യങ്ങൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഫോറൻസിക്കിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. പരമാവധി ഈ കേസിൽ ഇതിൻ്റെ ഒരു വസ്തുതാപരമായി ഏറ്റവും യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളുമായി തന്നെയാണ് അന്വേഷണ സംഘങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഇവിടുത്തെ ഈ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് അല്പസമയത്തിനുള്ളിൽ സംസ്കാര ചടങ്ങ് നടക്കും. ഈ പൊതുദർശനം നടക്കുന്ന വീടിന് തൊട്ടടുത്ത് തന്നെയാണ് അപകടം സംഭവിച്ച വീടുമുള്ളത്. ആ വീട്ടിൻ്റെ പറമ്പിലാണ്, ആ വീടിനോട് ചേർന്ന പുരയിടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ സംസ്കാര ചടങ്ങുകളിലേക്ക് ഈ നടപടികൾ കടക്കും. പാർവതി. ശരി. വർക്കലയിൽ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കുടുംബത്തിലെ 5 പേരുടെയും സംസ്കാരം അല്പസമയത്തിനകം നൽകും. PV വിനോദാണ് വർക്കലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കോട്ടയം മറിയാപ്പള്ളിയിൽ പാറക്കുളത്തിലേക്ക് മറിഞ്ഞ ലോറി ഉയർത്താൻ ശ്രമം തുടരുന്നു. ലോറി ഉയർത്താനായി 2 ക്രെയിനുകൾ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ലോറി പാറക്കുളത്തിലേക്ക് മറിഞ്ഞത്. വിവരങ്ങൾ ശ്രീജിത്ത് നൽകും. ശ്രീജിത്ത്, ലോറി ഉയർത്താൻ സാധിച്ചിട്ടുണ്ടോ? അതിൽ കുടുങ്ങിയ ഡ്രൈവറെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ?
ലോറി ഉയർത്താൻ സാധിച്ചിട്ടില്ല. അതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 2 തവണ കയർ ഉടക്കിക്കൊണ്ട് ഇത് ഉയർത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് കൃത്യമായി അത് സാധിക്കുന്നില്ല. ഇതുവരെ പ്പെട്ടൊരു സാഹചര്യമാണുള്ളത്. ക്രെയിനുകൾ ഏതാണ്ട് 12 മണിയോട് കൂടിയാണ് എത്തിയത്. ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് ടീമുകളാണ് ഈ വെള്ളത്തിനടിയിലേക്ക് പോയി ഈ കയർ ഇതിൽ ഉടക്കിക്കൊണ്ട് ഇത് ഉയർത്താനുള്ള ശ്രമം നടത്തുന്നത്. മന്ത്രി പി എൻ വാസവൻ, ജില്ലാ കളക്ടർ PK ജയശ്രീ അടക്കമുള്ളവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ സ്ഥലം MLA കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നു. എന്തായാലും ഇവരുടെ ബന്ധുക്കൾ, തിരുവനന്തപുരം പാറശാല സ്വദേശിയായ അജിയാണ് ഇതിൽ കുടുങ്ങിയിരിക്കുന്നത്. അവരുടെ ബന്ധുക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏതാണ്ട് 9 മണിയോട് കൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. ഇതിന് തൊട്ടടുത്തുള്ള വളം ഗോഡൌണിൽ നിന്നും വളം കയറ്റിയ ശേഷം ഏതാണ്ട് 13 ടണ്ണോളം വളം ശേഷം ആലപ്പുഴയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഉടൻ തന്നെ ഈ ഒരു അപകടം സംഭവിച്ചത്. വളം ഗോഡൌണിന് തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 60 അടിയോളമാണ് ഈ പാറക്കുളത്തിനുള്ളത്. സാധാരണഗതിയിൽ ഇത് ഒരു വലിയ കുളമാണെന്ന് പരിചയമുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു സ്ഥലമല്ല ഇത്. കാരണം പൂർണ്ണമായും കാട് കയറി കിടക്കുന്നു. ഇതിന് മുകളിൽ ചെടികളും മറ്റും വളർന്നു നിൽക്കുന്ന സാഹചര്യവും മറ്റുമാണ് ഉള്ളത്. എന്തായാലും രാത്രി തന്നെ വലിയ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇന്നലത്തെ രക്ഷാപ്രവർത്തനം വിഫലമായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ ഭാരമുള്ള ക്രെയിനുകൾ എത്തിച്ചുകൊണ്ട് ഇത് ഉയർത്താനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിക്കുന്നത്. മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഈ സംഭവ സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിലാണ് ഈ മറിയുന്നത്. ശരി. മറിയപ്പള്ളിയിൽ പാറക്കുളത്തിലേക്ക് മറിഞ്ഞ ലോറി ഉയർത്താൻ ശ്രമം തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്നും ശ്രീജിത്ത്. മലപ്പുറത്ത് വൻ കുഴൽപ്പണവേട്ട. മലപ്പുറത്തും പെരിന്തൽമണ്ണയിലും ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി 2.25 കോടിയോളം രൂപയാണ് പോലീസ് പിടിച്ചെടുത്തത്. മലപ്പുറം പോലീസ് ഇന്ന് പുലർച്ചെ പിടികൂടിയത് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 1,50,800,000 രൂപയാണ്. മഹാരാഷ്ട്ര സ്വദേശികളായ നിലവിൽ എറണാകുളം തോപ്പുംപടിയിലെ താമസക്കാരായ രാജു, അനിൽ എന്നിവരാണ് പിടിയിലായത്. കാറിന്റെ രഹസ്യറയിൽ ഒളിപ്പിച്ചാണ് ഇവർ പണം കടത്താൻ ശ്രമിച്ചത്. പെരിന്തൽമണ്ണ 90,90,000 രൂപയാണ് വാഹനത്തിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ താമസക്കാരായ മഹാരാഷ്ട്ര സ്വദേശികളാണ് ഇവിടെയും പിടിയിലായത്. സുബ്രഹ്മണ്യൻ ഗണപതി, സൂര്യവംശി, ദേവഗർ, നിതിൻ നദാജി എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 2 ദിവസം മുൻപ് വളാഞ്ചേരി 1,85,00,000 രൂപയുടെ കുഴൽപ്പണമായിരുന്നു പിടിച്ചെടുത്തത്. എറണാകുളത്ത് താമസിക്കുന്ന പൂനെ സ്വദേശികളായ ദമ്പതികളായിരുന്നു വളാഞ്ചേരിയിൽ പിടിയിലായത്. അതിപ്പോൾ നമ്മളൊരു കോയിൻസിഡൻസ് ആയിട്ട് ലാസ്റ്റ് 3 ഇൻസിഡൻസിൽ അങ്ങനെ വന്നതാണ്. മുമ്പ് നമുക്ക് മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് കൂടുതലും നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവർ എറണാകുളം, തൃശ്ശൂർ ഭാഗത്തും സെറ്റിൽ ചെയ്തിരിക്കുന്ന ഇങ്ങനെ മഹാരാഷ്ട്രീയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ ഒരു കോൺഫിഡൻസ് ആയിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്ത് വരുന്നുണ്ട്. 3 ദിവസം കൊണ്ട് 4 കോടിയിലധികം രൂപയാണ് മലപ്പുറത്ത് പോലീസ് പിടിച്ചെടുത്തത്. വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കാനാണ് പോലീസിന്റെ നീക്കം. പണത്തിന്റെ ഉറവിടത്തെപ്പറ്റിയും ലക്ഷ്യസ്ഥാനത്തെപ്പറ്റിയും പോലീസ് അടക്കം വിവിധ ഏജൻസികൾ അന്വേഷിക്കും. ന്യൂസ് 18 മലപ്പുറം. കണ്ണൂർ കോർപ്പറേഷനും DIG ഓഫീസുമായുള്ള തർക്കത്തിൽ മരം മുറിക്കാനെത്തിയ കരാറുകാരനെ ബലിയാടാക്കുന്നതായി പരാതി. കോർപ്പറേഷന് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിന് മുന്നോടിയായി ഓഫീസ് പരിസരത്തുണ്ടായിരുന്ന മരം മുറിച്ചു മാറ്റുമ്പോൾ ശിഖരം DIGയുടെ വസതിയുടെ കോമ്പൗണ്ടിൽ പതിച്ചതാണ് പോലീസിനെ ചൊടിപ്പിച്ചത്. മരം മുറിക്കാൻ കരാറെടുത്ത MK ജോഷിബിനെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തതായി പരാതി ഉയർന്നത്. നടപടി പോലീസിന് അധികാര ദുർവിനിയോഗമാണെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹൻ ആരോപിച്ചു. ഇന്ധനക്ഷാമത്തിൽ വലഞ്ഞ് മലപ്പുറത്തെ CNG ഓട്ടോ ഡ്രൈവർമാർ. ഇന്ധനം ലഭിക്കാതെ ഓട്ടം നിർത്തേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ. ജില്ലയിൽ പലയിടത്തും CNG ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിലും ഇവിടങ്ങളിലെല്ലാം വിവിധ കാരണങ്ങൾ പറഞ്ഞ് പമ്പുകൾ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. വായുമലിനീകരണം, ശബ്ദമലിനീകരണം എന്നിവ കുറയ്ക്കാൻ വേണ്ടി ആരംഭിച്ചതാണ് CNG ഓട്ടോകൾ. മറ്റ് ഇന്ധന ഓട്ടോറിക്ഷകളെ അപേക്ഷിച്ച് യാത്രാസുഖവും CNG ഓട്ടോകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ മാത്രം CNG ഓട്ടോറിക്ഷ ഓടിക്കുന്നത് നിരവധി പേരാണ്. CNG വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള ലാഭകരവും വരുമാന നേട്ടവും ലക്ഷ്യം വെച്ചാണ് പലരും ലോണും മറ്റുമെടുത്ത് ഉപജീവനത്തിനായി CNG ഓട്ടോകൾ എടുത്ത് നിരത്തിലിറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇവ നിരത്തിലിറങ്ങിയപ്പോൾ ലഭിച്ച സഹകരണവും പ്രോത്സാഹനവും ഇവർക്കിപ്പോൾ ലഭിക്കുന്നില്ല. ജില്ലയിൽ പലയിടത്തും CNG ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിലും ഇവിടങ്ങളിലെല്ലാം വിവിധ കാരണങ്ങൾ പറഞ്ഞ് പമ്പുകൾ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. ആകെയുള്ളത് മലപ്പുറം കോഡൂരിലെ ഏക പമ്പാണ്. ഇവിടെ നിന്നും ഇന്ധനം നിറയ്ക്കണമെങ്കിൽ രാവിലെ മുതൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് ഓട്ടോ തൊഴിലാളികൾക്ക്. നിലവിലുള്ള പമ്പുകൾ തുറന്നു പ്രവർത്തിക്കുകയാണെങ്കിലേ ഇപ്പോഴത്തെ ഇന്ധനക്ഷാമത്തിന് പരിഹാരമാവുകയുള്ളൂ. കോഡൂർ പമ്പിനെ അപേക്ഷിച്ചാണ് മലപ്പുറത്തുള്ള എല്ലാവരും
മലപ്പുറം ജില്ലയിൽ തന്നെ പല ഭാഗങ്ങളിലുള്ള നിന്ന് എണ്ണ അടിക്കുന്ന ഒരു സാഹചര്യം കാണുന്നത്. ആ സാഹചര്യത്തിൽ സ്ഥിരമായിട്ട് അവിടെ എണ്ണ വരാത്തതും രാത്രി കാലങ്ങളിൽ ഓട്ടോ അവിടെ കൊണ്ട് നിർത്തിയിട്ടുകൊണ്ട് വെയിറ്റ് ചെയ്ത് സമയങ്ങളോളം കാത്തു നിന്നുകൊണ്ടാണ് പലരും എണ്ണ അടിക്കുന്നത്. ഏതെങ്കിലും ട്രിപ്പോ ഏതെങ്കിലും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും മലപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളിലും മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും പമ്പുകൾ തുറന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായ സാഹചര്യങ്ങൾ ചെയ്തു തരണമെന്നാണ് പറയാനുള്ളത്. മലപ്പുറത്ത് കോഡൂർ പമ്പ് മാത്രമല്ല, ഈ കോഡൂർ പമ്പ് ആശ്രയിച്ചിട്ട് നമ്മളെ പെരിന്തൽമണ്ണ ആനമങ്ങാട് ആ ഭാഗത്തുനിന്ന് വരെ 38 കിലോമീറ്റർ 35 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ട് ഓരോ ആൾക്കാർ എണ്ണ അടിക്കാൻ വരുമ്പോൾ എണ്ണ കിട്ടാതെ തിരിച്ച് മടങ്ങി പോവുകയാണ്. അവരൊക്കെ ഭയങ്കര റിസ്ക്കിലാണ് അവർ വരുന്നത്. വന്നിട്ട് എണ്ണ കിട്ടാതെ പോകുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ്. മലപ്പുറത്തൊരു പമ്പം കൂടി ഇതായാൽ വളരെ സുഖമുള്ള വണ്ടിയാണ്. യാത്രക്കാരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. രോഗികളെ കൊണ്ടുപോകാനും മറ്റുള്ള കേസിനൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. ഒരു വട്ടം കയറിയാലും പിന്നെയും നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ വാങ്ങിയിട്ട് വീണ്ടും അവരെന്നെ യാത്ര ചെയ്യാൻ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ പമ്പിൻ്റെ വിഷയമാണ്. ഗർഭിണികളടക്കമുള്ളവർ കൂടുതലായി ആശ്രയിക്കുന്ന സാധാരണക്കാരന്റെ ഇത്തരം വാഹനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ഇന്ധനക്ഷാമത്തിന് ഉടൻ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറത്തെ CNG ഓട്ടോ ഡ്രൈവർമാർ. ന്യൂസ് 18 തിരൂർ. കുമളി അണക്കരയ്ക്ക് സമീപം തീപിടുത്തത്തിൽ വീട് കത്തി നശിച്ചു. പാവുംപാറ സ്വദേശി സുബ്രഹ്മണ്യന്റെ വീടാണ് രാത്രി കത്തിയത്. വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും നശിച്ചു. വീട്ടിനുള്ളിൽ ഉറങ്ങിയിരുന്ന 4 കുട്ടികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വീടിനുള്ളിൽ കത്തിച്ചു വച്ചിരുന്ന മെഴുകുതിരിയിൽ നിന്നുമാണ് തീ പടർന്നത്. 4 കുട്ടികൾ ഉൾപ്പെടെ 7 അംഗ കുടുംബം 2 മുറി വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. കോഴിക്കോട് കാരശ്ശേരിയിൽ പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശങ്ങൾ കരാറുകാരൻ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മിക്സിംഗ് പ്ലാന്റ് ഉപരോധിച്ചു. കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിതയുടെ നേതൃത്വത്തിലാണ് ഉപരോധം നടന്നത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതാ പ്രവൃത്തി ഏറ്റെടുത്ത ശ്രീധന്യ കൺസ്ട്രക്ഷൻസിന്റെ മിക്സിംഗ് പ്ലാന്റാണ് ഉപരോധിച്ചത്. സംസ്ഥാന പാതയുടെ ടാറിംഗ് പൂർത്തിയാക്കിയിട്ടും അപ്രോച്ച് റോഡുകൾ ഗതാഗത യോഗ്യമാക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ഇല്ലായ്മകളെ ചവിട്ടുപടിയാക്കിയാണ് കുമളിയിലെ സെൽവമാരിയുടെ വിജയയാത്ര. കുമളി ചോറ്റുപാറയിലെ 2 മുറിയുള്ള കൊച്ചുവീട്ടിൽ നിന്നാണ് സെൽവമാരി ജീവിതത്തോട് പൊരുതാൻ തുടങ്ങിയത്. ചെറുപ്പത്തിൽ അച്ഛൻ ഉപേക്ഷിച്ചിട്ടും നിശ്ചയദാർഢ്യം വിജയപാഠമാക്കുകയായിരുന്നു സെൽവമാരി. കഷ്ടതകളെ മറന്ന് വീടിന് സമീപമുള്ള വള്ളക്കടവ് വഞ്ചിവയൽ ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ ജോലി നേടി സിവിൽ സർവീസ് എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇനിയുള്ള സെൽവമാരിയുടെ യാത്ര. ഈ ഒരു വേദിയിലെത്താൻ സെൽവമാരിക്ക് സാധിച്ചത് നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഏലത്തോട്ടത്തിൽ പണിയെടുത്ത് കയ്യിൽ തഴമ്പ് വീഴുമ്പോഴും പഠിച്ചു മുന്നേറണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു സെൽവമാരിയുടെ മനസ്സിൽ. വണ്ടിപ്പെരിയാർ വഞ്ചിവേൽ സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപികയാണ് ഇപ്പോൾ സെൽവമാരി. സെൽവമാരിയെ അച്ഛൻ ചെറുപ്രായത്തിൽ തന്നെ ഉപേക്ഷിച്ചു. തോട്ടം തൊഴിലാളിയായ അമ്മയുടെയും അമ്മൂമ്മയുടെയും പിൻബലത്തിലായിരുന്നു സെൽവമാരിയുടെയും 2 അനുജത്തിമാരുടെയും ജീവിതം. കുമളിയിലെ വിവിധ സ്കൂളുകളിൽ വിദ്യാഭ്യാസത്തിനു ശേഷം തമിഴ്നാട്ടിൽ +2 ചേർന്നു. ഉന്നത വിജയം നേടിയതോടെ തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ബിരുദ പഠനത്തിന് ചേർന്നു. ഗണിതമായിരുന്നു വിഷയം. തമിഴ് മീഡിയത്തിൽ നിന്നും എത്തിയതിനാൽ മലയാളം തീരെ വശമില്ലായിരുന്നു. ഇംഗ്ലീഷും അത്ര പോരാ. എന്നാൽ വിജയകിരീടങ്ങൾ കഠിനമായി പ്രയത്നിച്ച് ഭാഷയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഡിഗ്രി നല്ല രീതിയിൽ പാസ്സായി. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് MScയും നേടി. കുമളിയിലെ MG യൂണിവേഴ്സിറ്റി സെന്ററിൽ നിന്ന് B.Ed, തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ നിന്നും M.Ed, 1ാം റാങ്കോടെ M.Phil എന്നിവ പാസ്സായി. നിലവിൽ PhD വിദ്യാർത്ഥി കൂടിയാണ്. പ്രതിസന്ധികളിൽ തളരാതെ മുൻപോട്ട് പോവുക. നമുക്കൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ ഒരു ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തി അതിന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. നമ്മുടെ ചുറ്റുമുള്ളവർ എന്ത് പറയുന്നു അല്ലെങ്കിൽ വീട്ടുകാരെന്ത് പറയുന്നു അതൊന്നും ഒരു കാര്യമായിട്ട് എടുക്കാതെ ജസ്റ്റ് അത് കേൾക്കുമ്പോൾ ആ സമയത്ത് തന്നെ കളഞ്ഞിട്ട് മുൻപോട്ട് പോകാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും നമുക്ക് വിജയം നേടിയെടുക്കാൻ പറ്റും. ഇനിയുമുണ്ട് സെൽവമാരിക്ക് സ്വപ്നങ്ങൾ. PSCയുടെ വനിതാ സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിലാണ് സെൽവമാരിയുടെ പേര് ആദ്യം വന്നത്. അതിനോട് താല്പര്യം കുറവായതിനാൽ 2017 ഹൈസ്കൂൾ അധ്യാപക തസ്തികയിലേക്ക് PSC പരീക്ഷ എഴുതിയത്. അധ്യാപനം ഇഷ്ടമാണെങ്കിലും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സിവിൽ സർവീസ് തന്നെയാണെന്ന് സെൽവമാരി എടുത്തു പറയുന്നു. ന്യൂസ് 18 കുമളി. കോട്ടയം കുമളി സംസ്ഥാന പാതയിലെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം വർഷം മുഴുവൻ നിലനിർത്താൻ പദ്ധതി ഒരുങ്ങുന്നു. മഴവെള്ളം ശേഖരിച്ച് വേനൽക്കാലത്തടക്കം വെള്ളച്ചാട്ടം ജലസമൃദ്ധമാക്കാനാണ് പദ്ധതി. ശൌചാലയമടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വളഞ്ഞങ്ങാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കാനാണ് പീരുമേട് പഞ്ചായത്തിന്റെ തീരുമാനം.
കോട്ടയം കുമളി സംസ്ഥാന പാതയുടെ ഭാഗമായ വളഞ്ഞങ്ങാനം ഏറെ പ്രകൃതി മനോഹരമായ പ്രദേശമാണ്. മഴക്കാലം ആരംഭിക്കുമ്പോൾ ഇവിടെ ദൃശ്യമാകുന്ന വെള്ളച്ചാട്ടം അതിമനോഹരവും. മെയ് അവസാന വാരം മുതൽ ഒക്ടോബർ വരെയാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം ഏറ്റവും ജലസമൃദ്ധമാവുക. എന്നാൽ വർഷം മുഴുവൻ വെള്ളച്ചാട്ടം നിലനിർത്താനുതകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് പീരുമേട് ഗ്രാമപഞ്ചായത്ത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ പ്രദേശത്തെ ജില്ലയിലെ ഒരു പ്രധാന ടൂറിസം സോണാക്കുകയാണ് ലക്ഷ്യമെന്ന് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബാബു പറഞ്ഞു. കടകൾ എല്ലാം തന്നെ പുറകോട്ട് മാറ്റി ഫോറസ്റ്റുമായി ആലോചിച്ചിട്ട് അവരുടെയും കൂടെ അനുവാദത്തോടുകൂടി ആ കടകൾ പുറകിൽ നമ്മൾ ഷട്ടറായിട്ട് മാറ്റിക്കൊണ്ട് അവരെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുകയും അവർക്ക് ജീവിതമാർഗം എന്ന നിലയ്ക്ക് സ്ഥിരമായിട്ട് കച്ചവടം ചെയ്യാനും അതോടൊപ്പം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിൽ ഇപ്പം മഴക്കാലത്ത് മാത്രമാണ് ആ വെള്ളച്ചാട്ടം വരുന്നത്. ആ വെള്ളച്ചാട്ടം അങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ട് റീസൈക്ലിംഗ് ചെയ്തുകൊണ്ട് വേനൽക്കാലത്ത് അത് വെള്ളച്ചാട്ടമായിട്ട് മാറ്റുന്ന തരത്തിലുള്ള ഒരു ആലോചനയും ആണ് ഇപ്പം നടക്കുന്നത്. വെള്ളച്ചാട്ടത്തോട് ചേർന്നുള്ള പാലത്തിന്റെ അടിഭാഗത്ത് മഴക്കാലത്ത് ലഭ്യമാകുന്ന വെള്ളം ശേഖരിക്കുകയും വേനൽക്കാലത്ത് മുകളിലെത്തിച്ച് ഒഴുക്കിവിടുകയും ചെയ്തുകൊണ്ട് വളഞ്ഞങ്ങാനം വർഷം മുഴുവൻ ജലസമൃദ്ധമാക്കാനാണ് പദ്ധതി. സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കാനും സംസ്ഥാന പാതയോരത്തെ വ്യാപാരികൾക്ക് സ്ഥിര വരുമാനം ലഭ്യമാക്കുവാനും ഇതിലൂടെ സാധ്യമാകും. അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വളഞ്ഞങ്ങാനത്തെ കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ പ്രധാന സ്ഥാനത്തെത്തിക്കാനാകുമെന്നാണ് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 പീരുമേട്. പുരുഷന്മാരുടെ കുത്തകയായ തെങ്ങ് കയറ്റ തൊഴിലിൽ കഴിവ് തെളിയിച്ച് വടകര സ്വദേശിനികൾ. സ്ത്രീകൾക്കും ഏത് തൊഴിലും ചെയ്യാനാകും എന്ന ആത്മവിശ്വാസമാണ് സീനയും സൗമിനിയും പങ്കുവയ്ക്കുന്നത്. വിദഗ്ധ പരിശീലനത്തിന് ശേഷമാണ് ഇരുവരും ഈ തൊഴിൽ മേഖലയിലേക്ക് കടന്നുവന്നത്. യന്ത്രമുപയോഗിച്ച് തെങ്ങ് കയറ്റം പരിശീലിക്കാൻ പോയപ്പോൾ നാട്ടുകാർ ആദ്യം ഒരാവേശമായി കണ്ടിരുന്നുള്ളൂ. ഇങ്ങനെ പലരും പരിശീലനം നടത്തിയിട്ടുണ്ട്. എന്നാൽ തൊഴിലിൽ നിലനിന്നവർ ചുരുക്കം. അക്കൂട്ടത്തിൽ വടകര കീഴലിലെ സീനയും സൗമിനിയുമുണ്ട്. സ്ത്രീകൾ അധികം ധൈര്യത്തോടെ ഇറങ്ങാത്ത തൊഴിലായതുകൊണ്ട് എല്ലാവർക്കും അതിശയമാണ്. എന്നാൽ ചെയ്യുന്ന തൊഴിൽ അഭിമാനമായി കരുതുന്ന ഇവർക്ക് ഒരേ മനസ്സും. പത്രത്തിൽ പരസ്യം കണ്ട് അങ്ങനെ ഞാനന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നൊരു സമയം. അപ്പോൾ ഞാൻ സൗമിനി ചേച്ചിനോട് രാവിലെ പറഞ്ഞു, സൗമിനി ചേച്ചി ഇങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ട്, നമുക്ക് എന്തായാലും അതിന് പോവാന്ന് പറഞ്ഞു. ഞാൻ പോയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്ഥലത്ത് തന്നെ തെങ്ങുമുക്കാരനെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പോയത്. കുറച്ച് ബുദ്ധിമുട്ടാ ആളെ കിട്ടാൻ. പരിശീലന കാലത്ത് ഒപ്പമുണ്ടായിരുന്നവരിൽ പലരും ഇന്ന് ഈ രംഗത്ത് തുടരുന്നില്ല. താരതമ്യേന നല്ല വരുമാനമുള്ളതാണ് ഈ മേഖല. യന്ത്രമായതുകൊണ്ട് സുരക്ഷിതവും. യന്ത്രം ബസ്സുകളിലും മറ്റും കൊണ്ടുപോകാൻ അനുഭവിക്കുന്ന പ്രയാസം ഇവർ പറയുന്നുണ്ട്. ഇരുചക്രവാഹനത്തിന് സഹായം ലഭ്യമാക്കാൻ അധികൃതർ കനിയണം. പിന്നെ ഒരു സഹായമാണല്ലോ നാട്ടുകാർക്ക് വെച്ചാൽ ഒരു കൊല്ലത്തിലേറെ ആയിട്ട് കയറാത്ത തെങ്ങൊക്കെ ഉണ്ടാവും. അത് അവർക്കൊരു സഹായമാണല്ലോ. തെങ്ങ് നശിച്ചു വന്നതിൽ നല്ല ഞങ്ങൾ ശരിക്കും ഒരു അരമണിക്കൂർ അങ്ങനത്തെ ഒരു തെങ്ങുമ്മിലൊക്കെ ചെലവഴിക്കേണ്ട ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോറിക്ഷയിലൊക്കെ കയറ്റിയിട്ടാണ് കൊണ്ടുപോകുക. പക്ഷേ അവർ അങ്ങനെ അധികം ആളും കയറ്റാൻ സമ്മതിക്കൂല. അങ്ങനെ ബസ് കയറിയിട്ടും. പിന്നെ നാട്ടിൽ തെങ്ങുകയറ്റ തൊഴിലാളി ക്ഷാമമുള്ളതുകൊണ്ട് ഈ മേഖലയിൽ ഇവർ തുടരുന്നത് കർഷകർക്ക് വലിയ ആശ്വാസമാണ്. ന്യൂസ് 18 വടകര. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.